കല്യാണം കഴിഞ്ഞ മോളെ കണ്ണീരോടെയല്ല സന്തോഷത്തോടെ യാത്രയാക്കണമെന്ന് കരുതിയ ഒരു അമ്മയെ ഞാൻ. പക്ഷെ എനിക്കതിന് പറ്റുന്നില്ലല്ലോ മോളെ. അമ്മ സദ്യ കഴിക്കുമ്പോ പോലും കരയുകയായിരുന്നു. അത് കണ്ണേട്ടന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപ്പറ്റി ഇടയ്ക്ക് പറയുകയും ചെയ്തു. പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് പോകുന്നതെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ. പക്ഷെ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അമ്മ മോളെ കമലേശ്വരൻ തറവാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. അമ്മയുടെ ജീവിതത്തിൽ ഇനി സന്തോഷിക്കാൻ ഒന്നുമില്ല മോളെ. ഇത്രയും നാൾ ഇരുട്ടില എന്റെ മോള് ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ലമ്മേ. ഈ കല്യാണത്തോടെ എന്റെ ജീവിതത്തിൽ വെളിച്ചം വന്നു എന്നാ എന്റെ വിശ്വാസം. എന്നുവെച്ചാ ഒരുപാട് നാളത്തെ ഭാരമാ ഈ വിവാഹത്തിലൂടെ കൊഴിഞ്ഞു പോകാൻ പോകുന്നത്. അത് മോളെന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയല്ലേ, സങ്കടം മറച്ചു വെച്ചിട്ട് പറയല്ലേ. ഒരിക്കലല്ലമ്മേ, എനിക്ക് കിട്ടിയ മഹാഭാഗ്യ എന്റെ കണ്ണേട്ടൻ. അത് ഞാൻ എവിടെയും പറയും, ഏത് വേദിയിലും. എന്താ അമ്മ ഇത് കരയാതെ? അതെ, അവിടെ എല്ലാരും പോവാൻ റെഡിയായിട്ട് നിൽക്കുക. അമ്മമോളും വരുന്നില്ലേ? പെട്ടെന്ന് വാ. വാ. എന്റെ പൊന്നു മോൾക്കിന് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല. ചെറിയ സൗകര്യത്തിൽ നിന്നും വലിയ സൗകര്യത്തിലേക്കാ മോള് പോകാൻ പോകുന്നത്. അതും മോളുടെ വേലക്കാരിയും കൊണ്ട്. അതെ അതെ, മോൾ എവിടെ ചെന്നാലും മോൾക്ക് വെച്ച് വിളമ്പാനും മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അവളുണ്ട്. മഹാലക്ഷ്മി. അമ്മ മോളെ കൊണ്ട് എഴുന്നള്ളുന്നുണ്ട്. സമ്പത്തുള്ളൊരു കുടുംബത്തിലേക്ക് അവള് കയറി ചെല്ലാൻ പോകുന്നത്. എന്നിട്ടൂടെ കരച്ചിൽ ഇതുവരെ തീർന്നിട്ടില്ല. ആ, അവളുടെ മോളെ ഞാൻ അറവുശാലയിലേക്ക് പറഞ്ഞു വിടുന്ന അവളുടെ വിചാരം. ഇതെല്ലാം ഒന്ന് കഴിയട്ടടാ, വീട്ടിലേക്ക് ചെല്ലട്ടെ. പൊട്ടിക്കുന്നുണ്ട് ഞാൻ രണ്ടെണ്ണം. അതൊന്നും വേണ്ട മുത്തശ്ശി, ഇന്നൊരു നല്ല ദിവസമല്ലേ. എന്ന് അവൾക്കും കൂടി തോന്നണ്ടേ മോളെ? എന്റെ നെഞ്ചത്താണി അടിക്കാനാ അവളിന്ന് അപ്പച്ചയുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ കരഞ്ഞാലും എന്റെ മോളുടെ കണ്ണ് നനയരുത്. അതെ, പെമ്മക്കള് പുറപ്പെടുമ്പോഴേ പൂങ്കണ്ണീര് നല്ലതാ. അതൊരു ചടങ്ങാ. പക്ഷേ അത് ഏത് നേരവും വേണ്ട. എടി, ചോദിക്കുന്നവരോടൊക്കെ നിനക്ക് പറയാലോ, കമലേശ്വരത്തെ മകനാണ് നിന്റെ മരുമകനെന്ന്. അങ്ങനെ പറഞ്ഞ എനിക്ക് ആശ്വസിക്കാൻ പറ്റുമോ അമ്മേ? ആ, തൽക്കാലം അങ്ങനെ ആശ്വസിച്ചാ മതി. ഇനി ഇതിന്റെ പേരില് വഴക്ക് വേണ്ട. എനിക്ക് അർഹിച്ച ബന്ധം തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നു. അതാണ്. എന്നാ പിന്നെ രണ്ടാളെ യാത്ര അയക്കോ. വാ വാ മോളെ. വരാൻ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.